ഹായ് ഡിയേഴ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തെന്നറിയാമോ, ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ എനിക്ക് പുട്ടുപൊടിയാണ് കിട്ടിയത്. കാരണം ഉപ്പുമാവ് പൊടിയും നോക്കിയപ്പോൾ അതിലില്ലായിരുന്നു. ചോളപ്പൊടി പുട്ടുപൊടിയാണ് കിട്ടിയത്. അപ്പോൾ ഞാനത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ശരി പുട്ടുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. ശരി വേണ്ട, ഉപ്പുമാവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ കൂടെ ആ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പുട്ടിന് നനയ്ക്കുന്നവർക്ക് നന്നായിട്ട് ഞാൻ നനച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം അതങ്ങനെ പുട്ട് നനച്ച് എങ്ങനെ സാധാരണ എടുക്കുന്ന അതുപോലെ തന്നെ എടുത്തിട്ട് അത് കുറച്ച് ആവിയിൽ ഞാൻ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. പുട്ടിനെ നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഈ പുട്ടൊക്കെ വേവിച്ചെടുക്കത്തില്ലേ, അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ നല്ല ഉപ്പുമാവിൻ്റെ മണമൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ആവിയിൽ വെന്ത് വരുമ്പോൾ ഉള്ള ആ മണം ചോളത്തിൻ്റെ നല്ല മണമായിരുന്നു. അപ്പം ഞാനങ്ങനെ അത് ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ടത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിനകത്തിലോട്ട് കുറച്ച് ഉള്ളിയും കറിവേപ്പില കടുക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കടുക് വറുത്തത്. കടുക് വറുത്തിട്ട് ഞാൻ അതിനകത്തിലോട്ട് ഉള്ളിയും വറ്റൽമുളകും 2-3 പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമ്മൾ ഈ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഉപ്പുമാവിൻ്റെ പൊടിയൂടെ ഞാൻ അതിനകത്തിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റി കുറച്ച് അതിനകത്തിൽ വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അതിനെ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ് ഓൾറെഡി പാകത്തിനുണ്ടായിരുന്നു. ഇച്ചിരി കൂടെ ഞാൻ ചേർത്ത്, ഉപ്പ് കുറവായിരുന്നു. പിന്നെ കുറച്ച് പഞ്ചസാരയും, കാരണം ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്നത്തെ ഉപ്പുമാവിന്. അതുകൊണ്ട് ഞാനൊരു കുറച്ച് പഞ്ചസാരയും കുറച്ച് തേങ്ങയൊക്കെ ചിരുകിയിട്ടു. അപ്പം അടിപൊളിയായിരുന്നു, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളുടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ പിള്ളേർക്കാണ് കൊടുത്തത് കേട്ടോ. കാരണം നമ്മളുടെ ആ ഓർമ്മകൾ പിള്ളേരിലൂടെ പുതുക്കണമല്ലോ. അതുകൊണ്ട് അവർക്കാണ് ഞാൻ കൊടുത്തത്. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഡെനീറ്റിയാണ് ട്രൈ ചെയ്തത്. ഡെനീറ്റിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് അമ്മുവിന് കൊടുത്തത്. അമ്മു സൂപ്പറാണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.